നിയമസഭയിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തിയെന്ന സൂചന. നേതാക്കളുമായി ആശയവിനിമയം നടത്തി. വിവരങ്ങളുമായി PR പ്രവീണ ചേരുന്നുണ്ട്. പ്രവീണ, നിയമസഭയിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരം? നമുക്കിപ്പോൾ രാഹുലുമായി വളരെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയ ശേഷമാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ തിരികെ ഒരു റീ എൻട്രി ആഗ്രഹിക്കുകയാണ് രാഹുൽ. എന്തായാലും ആ ഘട്ടത്തിൽ രാഹുലിന് ഏറ്റവും സേഫായ ഇടം എന്ന് പറയുന്നത് നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം നിയമസഭയ്ക്കകത്ത് പ്രതിഷേധമൊക്കെ ഉണ്ടായാലും അത് ഏതറ്റം വരെ പോകുമെന്നുള്ളത് രാഹുലിന് നന്നായി അറിയാം. വാച്ച് ആൻഡ് വാർഡുണ്ട്, സ്പീക്കറുണ്ട്. സ്വാഭാവികമായും ഒരു വ്യക്തിക്കെതിരെയുള്ള ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം ഏത് തലം വരെ പോകുമെന്നുള്ളത് ചിന്തിക്കാനുള്ള ആളുണ്ട് രാഹുലിന്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിന് അങ്ങനെ ഒരു എൻ്റർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം, ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം നിയമസഭയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് പ്രത്യേകിച്ച് നേതാക്കൾ, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മന്ത്രി, അങ്ങനെയുള്ളവർക്കൊക്കെ ആദരം അർപ്പിച്ച്, അന്തിമോപചാരം അർപ്പിച്ച് പിരിയുന്ന ദിവസമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് മറ്റ് തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒരു സാധ്യതയുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് തന്നെ ഇവിടേക്ക് എത്തി നിയമസഭയിൽ പങ്കെടുത്ത് ഒരു പക്ഷേ ഇനി വേണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വരാതിരിക്കാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ ഇന്ന് എന്തായാലും എത്തുക എന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു റീ എൻട്രി ആഗ്രഹിക്കുന്ന വ്യക്തി എന്നിടത്തോളം രാഹുലിന് എത്തുക എന്നുള്ളത് രാഹുലിൻ്റെ ഏറ്റവും വലിയ തീരുമാനം കൂടിയാണ്. എന്തായാലും ചില മുതിർന്ന നേതാക്കളുമായൊക്കെ രാഹുൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇതിൽ VD സതീശൻ മാത്രമാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും സംസാരിക്കാനും ഒന്നും കൂട്ടുനിൽക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ PA അടക്കമുള്ള, അതായത് ഈ നിയമസഭ നോക്കുന്ന PA അടക്കമുള്ളവരുമായി രാഹുൽ സംസാരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ സഭയിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ MLA-മാരൊക്കെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി, MLA ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നിയമസഭയിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇവരെ നേരെ MLA ഹോസ്റ്റലിൽ നിന്നും നേരെ നിയമസഭയിലേക്ക് എത്തിക്കുക. 9 മണിക്കാണ് നിയമസഭാ നടപടിക്രമങ്ങൾ തുടങ്ങുക. അല്പസമയത്തിനകം തന്നെ കൂടുതൽ MLA-മാർ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് പ്രതികരണങ്ങളും ഒക്കെ തേടാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകളും വിവരങ്ങളും അനുസരിച്ച് ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ നിയമസഭാ കാര്യങ്ങളടക്കം നോക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി നിയമസഭയ്ക്കകത്തുണ്ട് എന്നുള്ളതും ഇക്കാര്യം ഉറപ്പിക്കാവുന്ന കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. നിലവിൽ ഇന്ന് എത്തിയാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്കൊന്നും സാധ്യതയില്ല നിയമസഭയ്ക്കുള്ളിൽ. കാരണം അന്തരിച്ച മുൻ നേതാക്കൾക്ക് അന്തിമോപചാരം അർപ്പിച്ച് പിരിയുന്ന ദിവസമാണ്. ആ സമയത്ത് എന്തായാലും ഒരു അലോസരമോ മറ്റ് വാഗ്വാദങ്ങൾക്കോ ഒന്നും സാധ്യതയില്ല. അപ്പോൾ ഇന്നത്തെ എത്തിയാൽ കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമസഭയിൽ പങ്കെടുത്തു എന്നുള്ളതുമാകും. പ്രതിഷേധങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് റീ എൻട്രി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്നത്തെ ദിവസം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമാകുന്നത് എന്നുള്ളതാണ്. ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒട്ടും തയ്യാറാകാത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രമാണ്. അദ്ദേഹം മാത്രമാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയാൽ UDF-ന്റെ കുന്തമുനകളെല്ലാം, ഭരണപക്ഷത്തിന് നേരെയുള്ള കുന്തമുനകളെല്ലാം ഒടിയും എന്നുള്ള തരത്തിൽ നിൽക്കുന്ന ഒരാൾ. പക്ഷേ ബാക്കി A ഗ്രൂപ്പിൽ തന്നെ വിഭിന്ന അഭിപ്രായമുണ്ട്. രാഹുലിനെതിരെ എത്രയും കടുത്ത നടപടി സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിന് MLA എന്നുള്ള നിലയിലുള്ള പ്രിവിലേജുകൾ കൂടി കവരുന്നത് ശരിയല്ല എന്നുള്ള നിലപാടിലുള്ള A ഗ്രൂപ്പ് അംഗങ്ങളുണ്ട്. അവരോടൊക്കെ തന്നെ രാഹുൽ ഇപ്പോൾ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രാഹുലിൻ്റെ PS അടക്കമുള്ളവർ ഇപ്പോൾ നിയമസഭയിലുണ്ട്. അതിനർത്ഥം രാഹുൽ സഭയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ MLA-മാർ ഇതിനകത്തു നിന്ന് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MLA-മാർ പുറത്തേക്ക് വരും. നമുക്ക് അവരോടും കൂടി ചോദിക്കാവുന്നതാണ്. എന്തായാലും രാഹുൽ നിയമസഭയിൽ എത്തും എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള സൂചനകൾ. തിരുവനന്തപുരത്ത് എത്തിയിട്ടുമുണ്ട്. രാവിലെ തന്നെ പുലർച്ചെ തന്നെ അടൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തി എന്നുള്ളതാണ്. ശരി പ്രവീണ, കോൺഗ്രസ് നേതൃത്വത്തിന് വിലക്ക് മറികടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചത്. വിവരങ്ങൾ പങ്കുവച്ചത് PR പ്രവീണയാണ്.